എന്നാൽ കർത്താവിൻ്റെ ആത്മാവ് നമുക്കിന്ന് വളരെ സുതാര്യമായി പരിശുദ്ധാത്മാവിലൂടെ അത് വെളിപ്പെടുത്താൻ പോവുകയാണ്. ഞാൻ ഓർക്കുന്ന സംഭവമുണ്ട്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഭാഷ നിങ്ങൾക്ക് മനസ്സാകാൻ ബുദ്ധിമുട്ടുണ്ടോ? ക്ലിയർ ആണോ? യെസ്. സന്തോഷമാണോ? പോരാ, സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞേൻ. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ ഒരു അപരിചിതനായി കാണരുത്. ഞാൻ IMSന്റെ ഒരു മകൻ തന്നെയാണ്. എന്താണ് കാരണം എന്നറിയൂ? ഞാൻ കഴിഞ്ഞ നവംബർ മാസം മുതൽ ഇവിടെ എല്ലാം 3 മാസം കൂടുമ്പോൾ ആത്മവസന്ത അഭിഷേക ധ്യാനം നടത്തുന്നുണ്ട്. ഞാൻ ആദ്യം വന്നപ്പോൾ പ്രിയപ്പെട്ട പ്രശാന്തച്ചൻ കാണുകയാണ്. പ്രശാന്തച്ചൻ കണ്ടപ്പോൾ എന്നെ ഒരു പരിചയവുമില്ല. മറ്റൊരു വൈദികനാണ് എന്നെ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അച്ഛൻ എന്നെ കണ്ടപ്പോൾ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുക, ഒരു പരിചയമില്ലാത്ത എന്നെ പ്രശാന്തച്ചൻ ഒരു മകനെ പോലെ സ്വീകരിക്കുകയാണ്. അതാണ് ദൈവപിതാവിൻ്റെ സ്നേഹം. അങ്ങനെ അച്ഛൻ ഇത്രമാത്രം വലിയവനായ വ്യക്തി, ഞാൻ ചെറിയവനാണ്. എന്നാൽ അച്ഛൻ തന്നെ കടന്നു വന്ന് കഴിഞ്ഞ നവംബറിൽ മാസത്തിലാണ് ആദ്യ ധ്യാനം നടക്കുന്നത്. ഇവിടെയുള്ള എല്ലാ മുറികളും ഹോളുകളും അച്ഛൻ എൻ്റെ കൂടെ കടന്നു വന്ന് കാണിച്ചു തന്നു. എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടെ, കരയണോ ചിരിക്കണോ, കാരണം അതുപോലെ സ്നേഹം. കൂടെ നിൽക്കുകയാണ്. അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഞങ്ങൾ ഭക്ഷണം തന്നു. അച്ഛൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾ. അച്ഛൻ ഞങ്ങളുടെ എല്ലാം ഇവിടെ IMSൽ ഒന്നുമില്ല പിന്നെ മറച്ചു വെക്കാൻ എല്ലാം കാണിച്ചു തന്നു. എല്ലാ സപ്പോർട്ടും തന്നു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ആദ്യത്തെ IMS ഇവിടെ ധ്യാനം നടന്നു. 150ഓളം പേരായിരുന്നു ധ്യാനത്തിൽ. ആത്മവസന്ത അഭിഷേക ധ്യാനം. അതിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരും വീണ്ടും തോന്നുന്നില്ല. ഉണ്ടോ? പങ്കെടുത്തിട്ടുണ്ടോ? ഓ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ ധ്യാനം കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ അച്ഛനെ കാണാൻ വരികയാണ്, പ്രശാന്തച്ഛനെ. അച്ഛൻ ഇവിടെ ഞങ്ങൾക്ക് റിക്വസ്റ്റ് പറഞ്ഞു, അച്ഛൻ ഞങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ സമയത്ത് കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ട് രജിസ്ട്രേഷൻ ഞങ്ങൾ ചെയ്തോട്ടെ. അപ്പം ഈ സമയത്ത് അച്ഛൻ പറഞ്ഞു, ഞങ്ങൾ ആർക്കും ഇതുവരെ വിട്ടുകൊടുത്തിട്ടില്ല, നിങ്ങളത് കൃത്യമായി ചെയ്യൂ, കാരണം ഈ മേഖല ഒരു പ്രത്യേക ഒരു മേഖലയാണ്. അങ്ങനെ പ്രശാന്തച്ഛൻ പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കർക്കശമായി തന്നെ പ്രശാന്തച്ഛൻ പറഞ്ഞു, ഇത് വളരെ കൃത്യമായി നോക്കണം. ഞാൻ പ്രശാന്തച്ഛൻ ആ മേഖല ഞങ്ങളോട് കൃത്യമായി ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ പുറത്ത് കടന്നപ്പോൾ ട്രീസ സിസ്റ്ററോട് പ്രശാന്തച്ഛൻ പറഞ്ഞൊരു വാക്കാണ് എന്നെ ഓർമ്മപ്പെടുന്നത്. അച്ഛൻ പറയാണ്, പ്രശാന്തച്ഛൻ പറഞ്ഞു, ട്രീസ സിസ്റ്ററെ, ജസ്റ്റിൻ ബ്രദറിന് ഞാൻ അങ്ങനെ പറഞ്ഞത് വിഷമമായിട്ടുണ്ടായിരിക്കൂ. പ്രിയപ്പെട്ടവരെ, ഒരു വലിയൊരു അഭിഷിക്തൻ ഒരു അൽമാനെ കുറിച്ച് പറയുകയാണ്, ഞാൻ പറഞ്ഞത് വിഷമമായിട്ടുണ്ടായിരിക്കൂ. എന്താണ് കാരണം എന്നറിയൂ? ആ അച്ഛൻ, നമ്മുടെ പ്രിയപ്പെട്ട പ്രശാന്തച്ഛൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴും നിൽക്കുന്നത് ദൈവസന്നിധിയിലായിരുന്നു. കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. എന്റെ ഓരോ വാക്കുകളും ഒരു അഭിഷേകം വരുന്ന കരമേറ്റുന്ന സ്തുതിച്ചേൻ ഹല്ലേലൂയ. കർത്താവേ, നിങ്ങളെ പ്രിയപ്പെട്ട പ്രശാന്തച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, ഒരു ഉന്നതമായ ഒരു അഭിഷേകത്തെ അയക്കണമേ. ഇപ്പോൾ ഹോളിൽ ദൈവശക്തി നിറയട്ടെ. ഫയർ ഓഫ് ദി ഹോളി സ്പിരിറ്റ്, ഫയർ ഓഫ് ദി ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഇപ്പോൾ ദാഹിക്കുന്ന മക്കളിൽ ദൈവശക്തി ഇറങ്ങട്ടെ. ടച്ച് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മ നിറയട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവ് അന്ന് അച്ഛൻ പറഞ്ഞ വാക്കുകളെ ഓർത്ത് ഞാൻ ഇപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തും. ഞാൻ പലപ്പോഴും എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ വന്നിട്ട് അത്ര സ്നേഹം. എന്താണ്? ദൈവസന്നിധിയിലാണ് പ്രശാന്തച്ഛൻ നിൽക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ അന്ന് തിരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, നിത്യജീവന് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നതും. ഞങ്ങളുടെ ലക്ഷ്യം നിത്യജീവനാണ് അച്ഛാ. അതിനുശേഷം ഞങ്ങൾ പിന്നീട് അറിയുന്നത് അച്ഛൻ നിത്യജീവിലേക്ക് കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, കർത്താവ് റിയാലിറ്റിയാണ്, കഥയല്ല. നമ്മുടെ എന്തെങ്കിലും മേഖലയിൽ ദൈവം ഇടപെടാത്തതുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഒറ്റ കാര്യമാണ്, ദൈവത്തിൻ്റെ ട്രാക്കിലേക്ക് നമ്മൾ കടന്നു വന്നാൽ മാത്രം മതി. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ ആയിരിക്കുക, ദൈവസന്നിധിയിൽ കടന്നു വരിക. ഇവിടെ